ഇന്നൊരു നാരങ്ങ അച്ചാർ ഇടാൻ പോവാണേ. ഇപ്പം നാരങ്ങയൊക്കെ ഇഷ്ടം പോലെ എല്ലായിടത്തും കിട്ടാനുണ്ട്. വില കുറവാണ് ശകലം. ഞാനിപ്പോൾ 1/2 കിലോ ഇടുന്നുള്ളൂ. എന്ന് ശകലം പോലും എണ്ണ ചേർക്കാത്ത നാരങ്ങ അച്ചാറാണ് ഇടുന്നത്. ഒട്ടും ചേർക്കുന്നില്ല എണ്ണ ഇല്ലാത്ത നാരങ്ങ അച്ചാർ. ഞാനിപ്പോൾ 1/2 കിലോ നാരങ്ങ എടുത്തു. ഈ നാരങ്ങ ഇനി 4ആയിട്ട് കട്ട് ചെയ്യാം. പിന്നെ അതിനാവശ്യമായിട്ട് 1/2 കിലോ നാരങ്ങയ്ക്ക് വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞ് വെച്ചു. ഇനി പച്ചമുളക്, ഇത്രയും പച്ചമുളക് കൂടെ അരിഞ്ഞ് വെച്ചു. ഇനി ഇതിനകത്ത് മറ്റ് സാധനങ്ങളൊക്കെ ചേർക്കണം, അത് ഞാൻ വഴിയെ പറയാം. ഇപ്പം ഞാൻ ഈ നാരങ്ങ ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്യട്ടെ. കേടൊന്നുമില്ല. നാരങ്ങയുടെ പുള്ളി ഇങ്ങനെ വെച്ച് നമ്മളിങ്ങനെ നീളത്തിൽ തന്നെ കഴിക്കാം. വട്ടത്തിൽ അരിയേണ്ടവർക്ക് വട്ടത്തിൽ അരിയാം. ഏതായാലും ഇപ്പം ഞാനിതിങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ശകലം പോലും നമ്മൾ എണ്ണ ചേർക്കുന്നില്ലെന്നുള്ളതാണ്. എന്നാലും നല്ല ടേസ്റ്റാണ്. എത്ര നാൾ വേണേലും ഇരിക്കും. 1 വർഷം കഴിഞ്ഞ അച്ചാർ ഈ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളുടെ തീർന്നത്. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ഇങ്ങനെ ഇച്ചിരി അച്ചാറും കൂടി ഇട്ട് വെച്ചാലോ, കഞ്ഞിയൊക്കെ കുടിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കഴിയട്ടെ. അതിന് നമ്മൾ ചെറിയ ഉരുളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെറുനാരങ്ങ ഞാൻ കട്ട് ചെയ്തത് ഇങ്ങോട്ടിടും. എണ്ണ ചേർക്കാത്തതാണേ, ഒന്നും കൂടി പറയൂ, എണ്ണ ചേർക്കാത്തത്. പച്ചമുളക് ഞാൻ വട്ടത്തിലരിഞ്ഞത്, കീറിയിട്ടൊന്നുമില്ല, വട്ടത്തിലരിഞ്ഞാൽ മതി. ഇനിയും പച്ചമുളക് ഇല്ലാത്ത കാന്താരി ഇഷ്ടം പോലെ കിട്ടാനുള്ളടത്താണെങ്കിൽ കാന്താരി ഇട്ടാൽ മതി, അതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഇപ്പം ഞാൻ ഈ പച്ചമുളക് ഇതിനകത്തോട്ട് ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. എടുക്കുന്ന സാധനത്തിൻ്റെ അളവനുസരിച്ചാണ് ഉപ്പിടുന്നത് കേട്ടോ. ചറക്കാകുമ്പോൾ ഇച്ചിരി ഉപ്പ് വേണം. പിന്നെ ഒരു ശകലം മഞ്ഞൾ പൊടി. പിന്നെ ആവശ്യമായിട്ട് ഇത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഉലുവ, 1 നുള്ളു ഉലുവ. 1/2 കിലോ അല്ലേ ഉള്ളൂ, 1 നുള്ളു ഉലുവ. ഇനി നമ്മൾ വെള്ളമൊന്നും ഒഴിക്കല്ലേ കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കല്ലേ. ഇനി ഇതിനകത്ത് ചേർക്കാനുണ്ട്. ഇതൊന്ന് ആവി കയറ്റിയിട്ട് വരട്ടെ. ഇതിങ്ങനെ ഒന്ന് കുടയണം എടുത്ത്. ഇങ്ങനെ നല്ലപോലെ മുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എല്ലായിടത്തും പരടത്ത പോലെ ഒന്ന് നമ്മൾ കുടയണം. കുടഞ്ഞു. ഇനി ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ നമ്മൾ സ്റ്റൗവേ വെച്ച് സിമ്മിൽ ഒരാവി കയറണം. സിമ്മിൽ ആവി ഒരു വശം ആവി കയറി കഴിയുമ്പോൾ നോക്കണം, നമ്മൾ വെച്ചിട്ട് വേറെ പോകരുത്. അടുപ്പ് വെച്ച് ഒരാവി കയറി കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ കുടഞ്ഞിടണം. അങ്ങനെ 2 വശം ഒന്ന് ആവി കയറി കഴിയുമ്പോൾ അടുത്ത സാധനങ്ങൾ ചേർക്കാം. ഇപ്പോൾ ആ നാരങ്ങ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ വെന്തു. നല്ലപോലെ ഒരു 10 മിനിറ്റ് വേവിച്ച് കാണും, 2 വശവും മറിച്ചിട്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ ശകല കായ വിടുവാണേ. ഇപ്പോൾ തന്നെ എൻ്റെ മണമുണ്ട്. മണം അടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ കഴിക്കാൻ തോന്നും. ഇനി ഇത് തണുക്കണം. നല്ല തണുത്ത് കഴിഞ്ഞിട്ട് കുപ്പിക്കകത്ത് കോരി വെക്കാൻ പറ്റുള്ളൂ. ശകലം ഉലുവ നമ്മൾ ഇച്ചിരി മുഴുത്ത ഉലുവ ഇട്ടായിരുന്നു. നല്ലൊരു ശകലം ഉലുവപ്പൊടി ഇടുന്നുണ്ട്. നല്ലപോലെ വെക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കി വെച്ചു. ഇപ്പോൾ നാരങ്ങയ്ക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ല. അന്നത്തെ കണ്ടോ വെള്ളം കണ്ടോ, നാരങ്ങയുടെ വെള്ളമാണ്. അതവിടെ ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ അത് പറ്റിക്കോളും. പിന്നെ പഴുത്ത നാരങ്ങ അല്ലെങ്കിലുണ്ടല്ലോ ശകലം വിനാഗിരി ചേർക്കണം. അതിപ്പോൾ ചേർക്കണ്ട, നാരങ്ങ തണുത്ത് കഴിഞ്ഞിട്ട് 1-2 സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട്, പുളി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ചാർ കേടുകൂടാതിരിക്കുന്നതിനും വിനാഗിരി ആവശ്യമാണ്. അതുകൊണ്ട് തണുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ശകലം വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് കുപ്പിക്കകത്ത് കോരി സൂക്ഷിച്ച് വെക്കുക. 1 വർഷം 1.5 വർഷം വരെ ഗ്യാരണ്ടി ഉണ്ട് എനിക്ക് കേടാകത്തില്ലെന്ന്. ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിനകത്ത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.